ചേട്ടായി, അവൻ 20 രൂപ മാത്രമേ തന്നുള്ളൂ. ചോദിക്കുന്ന പൈസ തന്നില്ലെങ്കിൽ ഇടിച്ചവന്റെ അണപ്പല്ല് തന്നെ കൂരാൻ പാടില്ലായിരുന്നോ? നിനക്കെന്താടാ കാശ് ചോദിച്ചാ തരാൻ കഴിയില്ലേ? പിരിവ് തന്നില്ലെങ്കിൽ പിന്നെ നീ ഒരിക്കലും ഇവിടെ ഉണ്ടാവില്ല, മനസ്സിലായോ? ഞാൻ ജോലി ചെയ്യുന്ന കാശ് നിങ്ങൾക്ക് എന്തിനാ തരേണ്ടത്? ഇതാ ഇങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാ കാശ് തരേണ്ടത്. സർ, എന്തിനാ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത്? നിനക്കെന്താടാ ഇവിടെ കാര്യം? നിന്റെ കാര്യം നോക്കിയില്ലെങ്കിൽ ഇടിച്ചതിന്റെ അണപ്പല്ല് ഞാൻ ഊരും. അടിച്ചു പൊളിച്ചു തിമിർത്തു. അതെന്താ ഇഷ്ടയാണെന്ന് കരുതിയോ ഇടിച്ചു പൊളിക്കാനായിട്ട്? കള്ളത്തത്തെ, മര്യാദക്ക് പൊയ്ക്കോ. ഇവിടെ നല്ല ആൾക്കാർ ജീവിക്കുന്നതാ. ഇവിടെ വന്ന് ഗുണ്ടായിസ് ഒന്നും കാണിക്കരുത്. എടാ മുന്ന, പപ്പു, ഗുണ്ടു ഒന്ന് വാടാ. ഇവര് വലിയ ഡീസന്റ് പാർട്ടിയാ. ഇവർക്ക് ഡീസൻസി ഒന്ന് പറഞ്ഞു കൊടുക്ക. എല്ലാവരുടെയും സുഹൃത്താ. എടാ, ഓട്ടോദാത ബോധക്കെട്ട് വീണ് കിടക്കുക. ഇവര് ഓട്ടോദാതേക്കാളും വലിയ പവർഫുൾ ആടാ. ഇന്നു മുതൽ അങ്ങാണ് ഞങ്ങളുടെ ഡോൺ. കർത്ത, എല്ലാവരുടെയും സുഹൃത്താ. ഇനി സിറ്റിയിലെ ഡോൺ. നീ സുഹൃത്തായിരിക്കേ, ഡോൺ ആവേണ്ട ആവശ്യമില്ല. നീ വിചാരിക്കുന്ന പോലെ ഇത് സാധാരണ ഡോണൊന്നും അല്ല. ഏകദേശം 19 ഗാങ്ങിന്റെ ഡോണാ. അതെ അതെ, ഞാൻ ഡോണായി കഴിഞ്ഞു. എല്ലാവരും കേട്ടോ, ഇന്ന് മുതൽ കർത്ത ഡോൺ. അത് കറക്റ്റ് ആണ്. ചേട്ടന് മാത്രമേ അതിന് അർഹതയുള്ളൂ. ബണ്ണി, നീയാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? അതെ, ഇന്ന് മുതൽ കർത്ത ഡോൺ. ഞാൻ അദ്ദേഹത്തിന്റെ റൈറ്റ് ഹാൻഡ്. ബണ്ണി ബോണ്ടർ. അടിച്ചു പൊളിക്കും ഞാൻ. യെസ്. എന്നാ ശരി, ഇന്ന് മുതൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കട്ട്. സംശയമുണ്ടോ? ഒരു സംശയമില്ല. പൊയ്ക്കോ ഇവിടുന്ന്. ഇതെന്തായാലും ശരിയുള്ള കാര്യമല്ല. നമ്മുടെ ഡോൺ ആരാണ്? നമ്മുടെ ഡോൺ കർത്തയാണ്. ഇനി എല്ലാവരും ചെന്ന് വിശ്രമിക്കൂ. നാളെ ശത്രു ഗ്യാങ്ങിനെ നശിപ്പിക്കേണ്ടതാണ്. കർത്ത, എല്ലാവരുടെയും സുഹൃത്താ. ഇനി മുഴുവൻ സിറ്റിയും എന്നെ കണ്ട് ബഹുമാനിക്കും. ഓ, ബഹുമാനിക്കണമെങ്കിലേ ഞാൻ പറയുന്നത് കേക്ക് എന്ന് വേഗം അങ്ങോട്ട് പറയ്. ഓ ഓ ഓ ഓ.
വേണ്ട ഒന്ന് മതിയാക്ക് എന്തായി കാണിക്കുന്നത് വേണ്ട പറയുന്നത് കേക്ക്. പോലീസുമായി മിത്രവുമാവണ്ട ശത്രുവുമാവണ്ട. പോലീസുകാരുടെ നേരെ കൈ ഉയർത്തരുത്. ഓക്കെ, എന്നാൽ തടി കൊണ്ടടിക്ക്. വേണ്ട, അവരെ വിട്ടേക്ക്. ആദ്യം നമുക്ക് അങ്ങയുടെ ശത്രു ഗ്യാങ്ങിനെ നശിപ്പിക്കണം. ഓക്കേ. ഞങ്ങളോട് ക്ഷമിക്കൂ കറുത്ത ഡോൺ. ഇനി ഞങ്ങൾ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഡോണിന്റെ അടുത്ത് രക്ഷപ്പെടാൻ ഒരു മാർഗമേ ഉള്ളൂ, അതാണ് ജയിൽ. കാരണം കർത്ത ഡോൺ ഒരിക്കലും ജയിലിലേക്ക് വരില്ല. കർത്ത എല്ലാവരുടെയും സുഹൃത്താ. നാളെ എല്ലാ ഗുണ്ടകൾക്കും ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യേ. നമ്മുടെ ഡോൺ അപ്പോൾ പറയും നമ്മൾ ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. യെസ്, നാളെ പാർട്ടി എന്റെ വകയായിരിക്കും. ഹിച്ക ഹിച്ക. ബന്നി ഇല്ലാതെ ഒരു രസവും തോന്നുന്നില്ല. ഇനി വീട്ടിലാരും ബണ്ണിയുടെ പേര് പറഞ്ഞു പോകരുത്. സംശയമുണ്ടോ? എന്താ കൂട്ടുകാരെ, സുഖാണോ? എല്ലാവർക്കും ബണ്ണി ബൗണ്ടറിന്റെ സലാം. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ബണ്ണി ബായി എവിടെ വേണമെങ്കിലും പോകും. നീ ബായിയോ? നിന്നെക്കാളും വലിയ ബായിയാ ഞാൻ. വലിയ ബായി എന്ത് ചെയ്യുന്നു നിനക്ക് ഞാനിപ്പോ കാണിച്ചു തരാം. നീ എന്തായി ചെയ്യുന്നേ? എടാ, ഞാൻ പറയുന്നത് കേക്ക്. അവൻ വിടാനാ പറഞ്ഞത്. അങ്ങനെ ആവശ്യമുള്ളത് ഇവനെയല്ലേ? ഉടൻ തന്നെ ഇവിടുന്ന് എടുത്തോട്ട് പോയിക്കോ. നീ ചെയ്തത് നല്ലത് തന്നെയാ. ഇനി ഏതായാലും ഇവനെ ഞങ്ങൾ പിടിച്ചകത്താക്കാം. ബണ്ണി ബൗണ്ടർ, പോലീസ് നിന്നെ 4 വശത്തു നിന്നും വളഞ്ഞിരിക്കുകയാണ്. ഞാൻ പറയുന്നത് കേക്ക്. ഇനി പറയേണ്ടതൊക്കെ ലോക്കപ്പിൽ ചെന്നിട്ട് സിറ്റി മുഴുവനും നീ കാരണം ഗ്യാങ് വാറ. ആദ്യം എന്നോടൊരു കാര്യം പറയൂ. കാലിയുടെ ഗ്യാങ് എവിടെയാണ്? ജയിലിനകത്താണ്. ആ പൂച്ചയുടെ ഗ്യാങ് ഇപ്പൊ എവിടെയാണ്? ജയിലിനകത്ത്. അവരെല്ലാവരും സ്വയം സറണ്ടർ ആയതാണ്. ആ, അവർ ഞങ്ങളുടെ ഗ്യാങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജയിലിലേക്ക് വന്നതാണ്. ഇത് തന്നെയായിരുന്നു എന്റെ പ്ലാൻ. അതെ, എല്ലാ ഗാങ്ങിനെയും പേടിപ്പെടുത്തി ജയിലിലാക്കി. ഇപ്പൊ ഞങ്ങളുടെ ഗ്യാങ് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഗ്യാങ്ങിലുള്ള ഗുണ്ടകളൊക്കെ പാർട്ടിക്കായി ഇന്നൊരു സ്ഥലത്തേക്ക് വിളിച്ചിരിക്കുകയാണ്. അവിടെ നിങ്ങൾ പോലീസുമായിട്ട് വന്നാൽ ഗുണ്ടകളെ മൊത്തം പൊക്കാവുന്നതാണ്. അതോടെ സിറ്റിയിൽ ഗുണ്ടകളും ഉണ്ടാവില്ല. അടിച്ചു പൊളിച്ചു തിമിർത്തു. അപ്പൊ അതുകൊണ്ടാണ് നീ കർത്തയെ ഡോണാക്കി മാറ്റിയത്. അതുമല്ലാതെ അവന്റെ കൂടെ കൂടുകയും ചെയ്തു. അതെ, കർത്തയും നമ്മുടെ കൂടെ ഉണ്ട്. അവർക്കാർക്കും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പുറത്തേക്ക് വരാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. അവിടെ പോലീസ് വന്നാൽ അവരെ പിടികൂടാം. ആരും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. അവന്മാരെല്ലാത്തിനെയും പൊക്കി ഞാൻ ജയിലിനകത്താക്കും. കറുത്ത ഡോൺ, ഡോൺ കാരണമാണ് ഞങ്ങൾക്ക് ഇന്ന് ഇത്രയധികം സന്തോഷം. വരണം ഡോൺ. ഡോണും വന്ന് ഡാൻസ് കളിക്കൂ. അടിച്ചു പൊളിക്കൂ. പോലീസ് 4 വശത്തും നിങ്ങളെ വളഞ്ഞു കഴിഞ്ഞു. എല്ലാവരും സറണ്ടർ ആവൂ. പോലീസ് വന്നിരിക്കുന്നു. ആയുധങ്ങൾ എടുക്ക്. ഇവിടെ ആയുധങ്ങളൊന്നും കാണുന്നില്ല. പോലീസ് ആയുധങ്ങളൊക്കെ എടുത്തിരിക്കുകയാണ്. നിങ്ങൾ സറണ്ടർ ആവുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മര്യാദയ്ക്ക് എല്ലാവരും സറണ്ടർ ആവുന്നതാ നല്ലത്. ബണ്ണി, നിന്റെ പ്ലാൻ എന്തായാലും കലക്കി. ഇപ്പൊ എല്ലാരും കുടുങ്ങി. ബണ്ണി പ്രശ്നത്തിലാണ്. അത് ശരി. അപ്പൊ നീയാണല്ലേ പോലീസിൽ പറഞ്ഞു കൊടുത്തത്? ഞാനാണ് കർത്ത, ഇവന്റെ സുഹൃത്താ.
പിടിച്ചോ, ഇന്ന് പിടിച്ചോ, ഇതും കൂടെ പിടിച്ചോ. ഞാൻ കർത്ത എല്ലാവരുടെയും സുഹൃത്താ. ഈഷ്, ഇന്നെന്തായാലും എനിക്ക് പ്രൊമോഷൻ കിട്ടും. ജീവൻ വേണമെങ്കില് വേഗം ഇവിടുന്ന് ഓടിക്കോ. രക്ഷപ്പെടാൻ നിന്നെ ഒരു മാർഗമില്ല. സറണ്ടർ ആവുന്നതാണ് നല്ലത്. എന്നാൽ surrender ആയിക്കൊള്ളാം. ഈഷ്, എല്ലാവരെയും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യ്. കളിക്ക് ബന്നി. നിന്റെ ഐഡിയ എന്തായാലും അടിപൊളി തന്നെയാ. നീ കാരണം റൗഡികളെല്ലാം കുടുങ്ങി കഴിഞ്ഞു. നാളത്തെ ന്യൂസ് പേപ്പറിൽ നിന്റെ ഫോട്ടോ ആയിരിക്കും എല്ലാ പേജിലും. സംശയമുണ്ടോ? അതെ, സർക്കാർ വക കാശും കിട്ടും. കാശോ? അതെ, ഇവനെ പിടിച്ചു കൊടുത്തതിന് കാശും കിട്ടും. ഓരോരുത്തർക്ക് 10,000 മുതൽ 1,00,000 വരെ സമ്മാന തുകയുണ്ടായിരുന്നു. ഇതിന്റെ പാതി നമുക്ക് കർത്തയ്ക്ക് കൊടുക്കാം. അതെ, ഞാൻ കാശ് വെച്ച് എന്താ ചെയ്യുക? അതിനേക്കാളും വലുതല്ലേ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്. അത് എന്റെ കൂടെ ഉണ്ടല്ലോ.